നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും ശിക്ഷ വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. എല്ലാ പ്രതികൾക്കും 20 വർഷം തടവും 50,000 രൂപ പിഴയും ചുമത്തി കോടതി. ആദ്യം ജയിലിൽ മോചിതനാകുന്നതാകട്ടെ പൾസർ സുനിയാണ് എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെല്ലാം തന്നെ ഒന്നാം പ്രതിക്ക് നൽകിയിരിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും 40 വയസ്സിന് താഴെയാണ് പ്രായം. ഇതോടുകൂടി തന്നെ കോടതി ഇവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിക്ഷാ കാലാവധി വിധിച്ചിരിക്കുന്നത്. ഒരു പ്രതികൾക്കും ഇതുവരെയും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടില്ല. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴ തുക നൽകണമെന്നതാണ് ഇപ്പോൾ വിധിയിൽ പറയുന്നത്. അതേപോലെ തന്നെ ദൃശ്യങ്ങൾ അടങ്ങിയ ആ ഒരു പെൻഡ്രൈവിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് സുരക്ഷിതമായി തന്നെ വെക്കണമെന്നും കോടതി ഇപ്പോൾ ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിഴയൊടുക്കിയില്ലെങ്കിലും 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. അതേപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം 376D കൂട്ടബലാത്സംഗം, IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, IPC 342 അന്യായമായി തടങ്കലിൽ വെക്കൽ, IPC 354 സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്നു എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ബലപ്രയോഗം, IPC 354 ക്ലോസ് ബി സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം, IPC 357 ക്രിമിനൽ ബലപ്രയോഗം. ഇതിന് പുറമെ തന്നെ IT നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യം തന്നെ കോടതി പറഞ്ഞിരുന്നത് 3:30 ഈ ഒരു വിധി ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നതായിരുന്നു. എന്നാൽ സാങ്കേതിക കൃത്യത ഉറപ്പു വരുത്തുന്നതിനുള്ള സമയം അതെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 4:45 കൂടിയാണ് ഇപ്പോൾ വിധി അവിടെ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കേരളം കാത്തിരുന്ന ശിക്ഷാവിധി അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ ആദ്യ 6 പ്രതികളെ കഴിഞ്ഞ ദിവസം കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ഉം 6-ഉം പ്രതികളായ H സലീം, പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ പ്രതികളായിരുന്ന കേസിൽ അദ്ദേഹം അടക്കമുള്ള 3 പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയ കോടതി അവരെ വിട്ടയച്ചു. എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനായത് എന്ന കാരണങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നത്തെ വിധിനായത്തിലുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 20 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗ കുറ്റമടക്കം 10 കുറ്റങ്ങളാണ് മറ്റുള്ള പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8-ാം പ്രതി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു ചുമത്തിയത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരുന്നത്. 261 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പ്രതികളുടെ പങ്ക് വ്യക്തമാക്കുന്ന 1700-ലധികം രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 2017 ഫെബ്രുവരി 15-നാണ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്. ഫെബ്രുവരി 23-ന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി. തുടർന്ന് മുഖ്യപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലും ജൂലൈ 10-ന് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. വിചാരണ കാലയളവിൽ 85 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് കേസിൽ ദിലീപിന് ജാമ്യം ലഭിച്ചിരുന്നത്. ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്താദ്യമായി രജിസ്റ്റർ ചെയ്ത കേസാണിത്. 2017 ഫെബ്രുവരി 17-ന് രാത്രി അങ്കമാലി അത്താണിക്ക് സമീപം കാർ തടഞ്ഞു നിർത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും അശ്ലീല വീഡിയോ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ്. പ്രതികൾ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലായിരുന്നു. ഇവരെ ഇന്ന് രാവിലെയാണ് കോടതിയിൽ എത്തിച്ചത്. ഗൂഢാലോചന കുറ്റവും തെളിവ് നശിപ്പിക്കലും തെളിയിക്കാനായില്ല എന്ന് വ്യക്തമാക്കിയാണ് 8-ാം പ്രതി ദിലീപിനെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നത്. 7-ാം പ്രതി ചാർലി തോമസ്, 9-ാം പ്രതി സുനിൽ കുമാർ അഥവാ മേസ്തിരി സുനിൽ, 15-ാം പ്രതിയും ദിലീപിന്റെ സുഹൃത്തുമായ G ശരത് എന്നിവരെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ബൈജു പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അഡ്വക്കേറ്റ് V അജകുമാർ ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. സംഭവം നടന്ന 8 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. മലയാള സിനിമയിലും കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിയിലും ഒട്ടേറെ തിരുത്തലുകൾക്കും പുനർവിചിന്തനങ്ങൾക്കും വഴിവെച്ച സംഭവം കൂടിയായിരുന്നു ഇത്. 2018-ൽ വിചാരണ തുടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂർത്തിയായി. ഇതിനിടെ കോവിഡ് ലോക്ഡൌൺ മൂലം 2 വർഷത്തോളം വിചാരണ തടസ്സപ്പെടുകയും ചെയ്തു. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധിയൊന്നും പാലിക്കാൻ സാധിച്ചിരുന്നില്ല. അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നു പരിശോധിക്കപ്പെട്ടതും വിവാദമായി. 261 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസമെടുത്തു. പ്രോസിക്യൂഷൻ 833 രേഖകൾ ഹാജരാക്കി. 142 തൊണ്ടിമുതലുകൾ കേസിലുണ്ടായിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.